السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن الآن في دورات مراجعة الدورة الثانية من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിനുള്ള ഇപ്പോഴയുടെ കീഴിൽ നടന്നു വരുന്ന ദുറൂസ് അൽ-ലുഗത്തുൽ അറബിയ്യയുടെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. പേജ് നമ്പർ 73 അല്ല, 73 പാഠമാണുള്ളത്. 75 തമാരീൻ. അപ്പോൾ ദർസുസാദിസ വശീരിയാണ് ഉള്ളത്, നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ബ്ലാക്ക് ആയിട്ട് കാണുന്ന സ്ക്രീൻ എനിക്ക് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും ബ്ലാക്ക് കാണുന്നോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് നോക്ക്, ചിലപ്പം മാറിക്കിടക്കായിരിക്കും. അപ്പൊ ഇതില് ടെക്നിക്കൽ വാക്കുകൾ പ്രധാനപ്പെട്ടതല്ല. ഇതിൽ ചില സംഗതികൾ പറയുന്നുണ്ട്. അതിൻ്റെ ടെക്നിക്കൽ പേരുകൾ, ക്രിയകളുടെ ദുർബലാക്ഷം തുടക്കത്തിൽ വരുന്നതിന് ഒരു പേരുണ്ട്, മധ്യത്തിൽ വരുന്നതിന് വേറൊരു പേരുണ്ട്, അവസാനത്തിൽ വരുന്നതിന് വേറൊരു പേരുണ്ട്. പേരൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പേര് നമുക്ക് പ്രധാനപ്പെട്ടതല്ല, പക്ഷേ എങ്കിലും ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. പേര് നമുക്ക് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കില്ല. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം പേരിൽ ഒന്നുമില്ല. അപ്പോൾ ദുർബലാക്ഷം തുടക്കത്തിൽ വരുന്നതാണ് മിസാൽ എന്നാണ് പറയുക, മിസാൽ. പിന്നെ മധ്യത്തിൽ വരുന്നതാണെങ്കിൽ അജ്വഫ് എന്ന് പറയും. ദുർബലാക്ഷം അവസാനത്തിൽ വരുന്നതാണെങ്കിൽ നാക്കിസ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ വജദ, വസല, വസന, വഅദ, വദഅ, വഹബ, വജബ, വഖഫ ഇതെല്ലാം എന്താണ്? മിസാലാണ്. മിസാൽ എന്ന ടെക്നിക്കൽ വേർഡാണ് ഗ്രാമറിലുള്ള, കേട്ടോ. ഇവിടെ പോയിന്റ് 2 തഅമ്മലിൽ മിസാല എന്ന് പറഞ്ഞിരിക്കുന്നത് ഉദാഹരണത്തെക്കുറിച്ച് ചിന്തിക്കാനാണ്. അത് ഈ മിസാലല്ല, കേട്ടോ. ഇവിടെ പറഞ്ഞത് അങ്ങനെ മിസാൽ എന്ന് പേരുണ്ട്. അങ്ങനെ ആരെങ്കിലും പേര് പറഞ്ഞാൽ ഓക്കെ 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 നമ്മൾ പേരൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കുന്ന നിർബന്ധമില്ല. പേരുണ്ട്, പേരോടെ ഇരുന്നിട്ട് പ്രശ്നമില്ല. പിന്നെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ വജിദ വാദ ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ട്. കാല 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 കാന, അതേപോലെ ദുർബലാക്ഷം മധ്യത്തിൽ വന്ന ക്രിയകൾ പഠിച്ചിട്ടുണ്ട്, ദുർബലാക്ഷം അവസാനത്തിൽ വന്ന ക്രിയകളും പഠിച്ചിട്ടുണ്ട്. ഈ 3 ഗ്രൂപ്പും അല്ലാതെ ദുർബലാക്ഷങ്ങളുടെ പിന്നെയും 2-3 ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഒരു ഗ്രൂപ്പ് വക്ക, യക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട്. വക്കായുടെ പ്രത്യേകത എന്താ? തുടക്കത്തിലും അവസാനത്തിലും ഉണ്ട്. തുടക്കത്തിലും അവസാനത്തിലുണ്ട്. അപ്പോൾ തുടക്കത്തിലും അവസാനത്തിലും വരുന്നതിന് വേറൊരു പേരാണ് ഉള്ളത്. ആ പേര് ഇവിടെ പറയാത്തതുകൊണ്ട് പിന്നെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. പറയുകയാണെങ്കിൽ നമുക്കൊന്നുകൂടെ പറയാം. പിന്നെ ഉള്ളത് 2 എണ്ണം അടുത്ത് ദുർബലാക്ഷം വരുന്നുണ്ട്. 2 ദുർബലാക്ഷം അടുത്തടുത്ത് വരുന്നതുണ്ട്. ആ 2 ദുർബലാക്ഷങ്ങൾ അടുത്തടുത്ത് അതിന് വേറൊരു പേരുണ്ട്. അതും ഇവിടെ കാണാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതിൻ്റെ പേര് പറയുന്നുണ്ട്. ലഫീഫ് മഫ്റൂഖ്, ലഫീഫ് മക്കറൂൻ, അങ്ങനെ 2 ഗ്രൂപ്പും കൂടെ ഉണ്ട്. ഏതായാലും ദുർബലാക്ഷം ഒന്നുള്ളത്, തുടക്കത്തിലുള്ളത്, മധ്യത്തിലുള്ളത്, അവസാനത്തിലുള്ളത്, ഇതാണ് പ്രധാനപ്പെട്ട ഇനങ്ങൾ.
ഇതാണ് ഈ 26-ാമത്തെ പാഠത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. പിന്നൊന്ന് സഗീർ ഫോം, തസ്ഗീർ, സഗീറാക്കൽ കേട്ടോ, സഹീറാക്കൽ. അത് സഗീറാക്കുന്നതിന് ഓർമ്മിച്ച് വയ്ക്കേണ്ടത് സുഹൈറിനെ ഓർമ്മിച്ച് വെച്ചാൽ മതി. സുഹൈർ, ഉബൈദ് പോലുള്ളത് ഓർമ്മിച്ച് വയ്ക്കരുത്. ഉബൈദ് എന്ന് പറഞ്ഞാൽ കുഞ്ഞബ്ദു, കുഞ്ഞബ്ദുള്ള ഉണ്ടല്ലോ, കുഞ്ഞബ്ദുള്ള യഥാർത്ഥത്തിൽ പേരെന്താ? ഉബൈദുള്ള എന്നാണ്. ഉബൈദ് ആകുമ്പോഴത്തേക്ക് എന്തായി? കുഞ്ഞബ്ദു. ഇപ്പം സുഹൈർ, ഉബൈദ് പോലെ വരുന്നത്. അതേപോലെ ഹുസൈനും എന്താണ്? കുഞ്ഞ് ഹസനാണ്. കുഞ്ഞ് ഹസൻ ഹാജി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഹസൻ്റെ കുഞ്ഞാണ് ഹുസൈൻ. പിന്നെ നമ്മൾ ഹാ ഹുവദ പറഞ്ഞായിരുന്നു. ഹാ ഹുവദ, ഹാ ഹുവദ എന്ന് പറഞ്ഞാൽ ദാ ഇവിടെ. ഹാ ഹുവ എന്ന് പറഞ്ഞാൽ അത് എന്നാണ്. അതിന് ഹായ്ക്ക്, ഹാ എന്തിനുള്ളതാണ്? ശ്രദ്ധ ക്ഷണിക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾ ഹാദ എന്ന് പറയുമ്പോൾ ആ ഉലായിയൊക്കെ എന്താണ്? അതിൽ ഹാ എന്തിനുള്ളതാ? ശ്രദ്ധ ക്ഷണിക്കാനുള്ളതാണ് കേട്ടോ. ബാക്കി ജാ എന്ന് പറഞ്ഞാൽ ഇത്, ജാ ലീക്ക എന്ന് പറഞ്ഞാൽ അത്, ലാമലിൽ ബുഴുതെന്നാണ് പറയുന്നത്. എന്തായാലും ഹാഹുവദ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതാണ്. ഹാ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ക്ഷണിക്കാനുള്ളതാണ്. ഹുവ എന്ന് പറയുന്നത് മാറി വരും. അതിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹാ ഹുവദ, അതിവിടെ ഉണ്ട്. എന്നെക്കുറിച്ചാണ് പറയുന്നത്, എന്ത് പറയും? അനത, അനത. അപ്പോൾ അങ്ങനെ അത് മാറി വരും. അപ്പോഴേ അത് ഇത് പഠിച്ചാലേ അത് ഓർമ്മ വരുള്ളൂ. ജാ എന്ന് പറഞ്ഞാൽ ഇതാ, ഇത് എന്നർത്ഥം. അങ്ങനെയാണ് ഹാ ഹുവദ വരുന്നത്. പിന്നെ ചില സംഗതികൾ ക്രിയാധാതുവിൻ്റെ ചില രൂപങ്ങളും ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. ക്രിയാധാതുവിൻ്റെ രൂപങ്ങൾ. അപ്പം നമ്മൾ ക്രിയാധാതു പറഞ്ഞു പഠിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പറഞ്ഞു പഠിക്കണം എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ബഹുവചനങ്ങൾ, ബ്രോക്കൺ പ്ലൂറൽസ് പറഞ്ഞപ്പോൾ അതും ചൊല്ലി പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ബ്രോക്കൺ പ്ലൂറൽസിനും മസ്ദർ എന്ന് പറയുന്ന ക്രിയാധാതുവിനും എന്തുണ്ട്? യഥാർത്ഥത്തിൽ സ്പെസിഫൈഡ് പാറ്റേൺ ഉണ്ട്. പക്ഷേ ഒരു ക്രിയയ്ക്ക് ഇന്ന പാറ്റേണിലാണ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ബഹുവചനം ഇന്ന പാറ്റേണിലാണ് വരുന്നത്, ഇന്ന സിംഗുലറിന് ഈ ബഹുവചനത്തിലാണ് വരിക, ഈ ബഹുവചനം ഈ പാറ്റേണിലാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ ഈ ക്രിയയ്ക്ക് ഇങ്ങനെ വന്നാൽ ആ ക്രിയയുടെ ക്രിയാധാതു ഇങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ബഹുവചനങ്ങൾക്ക്, ബ്രോക്കൺ പ്ലൂറൽസിന് പാറ്റേണുകൾ ഉണ്ട്. ആ പാറ്റേണിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാറ്റേണിലായിരിക്കും ബഹുവചനം വരിക. അതേപോലെ ക്രിയാധാതുക്കൾക്കും എന്തുണ്ട്? പാറ്റേൺ ഉണ്ട്, ഘടനയുണ്ട്. ആ ഘടനകളിൽ ഏതെങ്കിലും ഒരു ഘടനയിലായിരിക്കും ക്രിയാധാതുക്കൾ വരിക. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കുറച്ച് നാളിങ്ങനെ ഈ ഘടനകളുമായി താതാത്മ്യപ്പെട്ട് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, അങ്ങനെ ഒരു ഘടന ഇല്ലല്ലോ എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു ബഹുവചനമില്ല, ഇങ്ങനെ ഒരു ക്രിയാധാതു ഇല്ല എന്നൊക്കെ പറയത്തക്ക രീതിയിൽ നമ്മൾ ക്രിയാധാതുക്കളുമായിട്ട് എന്ത് ചെയ്യും? യൂസ്ഡ് ആയി വരും. അങ്ങനെ ചില സംഗതികളാണ് 26-ാമത്തെ പാഠത്തിൽ ഉള്ളത്. അപ്പോൾ ഹാദിഹി അംസിലത്തുൻ ലിൽ ഫിഅലിൽ മുഅ്തല്ലിൽ ഫാ. അപ്പോൾ മുഅ്തല്ല് എന്ന് പറഞ്ഞാൽ ദൗർബല്യമുള്ളത് എന്നർത്ഥം. ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇല്ലത്ത് കാരണം ഉള്ളത് എന്നാണ് ഇല്ലത്ത്. ദുർബലം, ദൗർബല്യം ഉള്ളതിനെയാണ് മുഅ്തല്ല് എന്ന് പറയുന്നത്. അപ്പോൾ അൽ മുഅ്തൽ എന്ന് പറഞ്ഞാൽ വീക്ക് ലെറ്റർ, വെർബ് ഹാവിങ്
വീക്ക് ലെറ്റർ. അതാണ് അൽ ഫിഅലുൽ മുഅത്തൽ എന്നത്. പിന്നെ നമ്മൾ ക്രിയകളുടെ ഫാഉൽ ഫിഅൽ പഠിച്ചു, ഐനുൽ ഫിഅൽ പഠിച്ചു, ലാമുൽ ഫിഅൽ പഠിച്ചു. എന്താണ് ഫാഉൽ ഫിഅൽ? ഫായില് ആദ്യത്തെ അക്ഷരം. ആദ്യത്തെ അക്ഷരം. മൂന്ന് അടിസ്ഥാന അക്ഷരത്തിലെ ആദ്യത്തെ അക്ഷരമാണ് ഫാഉൽ ഫിഅൽ. ഐനുൽ ഫിഅൽ എന്ന് പറയുമ്പോൾ മധ്യത്തെ അക്ഷരം, ആദ്യത്തെ അക്ഷരം ലാമുൽ ഫിഅൽ എന്ന് പറയുമ്പോൾ അവസാനത്തെ. അവസാനത്തെ അക്ഷരം. അപ്പോൾ അൽ മുഅത്തലുൽ ഫാ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അക്ഷരം ദുർബലമായത്, ദുർബലാക്ഷരമുള്ളത്. അതിനുദാഹരണമാണ് വജദ, വസല, വസന, വഅദ, വദഅ, വഹബ, വജബ, വഖഫ. അപ്പം ഇതിൻ്റെ അപൂർണക്രിയയെ ബേസ് ചെയ്തിട്ടല്ല ഇവിടെ പറയുന്നത്. ഇവിടെ അക്ഷരത്തിൽ ദുർബലാക്ഷരമുള്ളതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രൂപ്പ് തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ നാലാലൊരു ഗ്രൂപ്പിൽ പെട്ടതായിരിക്കും ഇവയെല്ലാം എന്നും പറഞ്ഞു. ദുർബലാക്ഷരങ്ങളോ ഹംസ അടങ്ങിയതൊക്കെ ആദ്യം പറഞ്ഞ അൽ ഫിഅൽ സഹീഹിൻ്റെ പാറ്റേണിൽ പെട്ടതായിരിക്കും. ഇവിടെ വജദ എന്താ പൂർണ്ണക്രിയ? യജിദു, വസല, യസിലു, വസല യസിലു, വസല യസിലു. വസന യസിനു. ഓക്കെ, വഅദ വസല യഅദു. യസിലു ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ? യസിലൂന ഉണ്ട് ഖുർആനിൽ കേട്ടോ. വസന യസിനു. വസന യസിനു, അതിൽ നിന്നാണ് സിനു എന്ന കൽപ്പന വന്നത്. സിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം. നിങ്ങൾ ശരിയായ ത്രാസ് കൊണ്ട് തൂക്കുക എന്ന് പറഞ്ഞപ്പോൾ വസന യസിനു എന്ന് വന്നാൽ കൽപ്പനയ്ക്ക് സിനു എന്ന് വരാൻ പറ്റും. വഅദ യഇദു, വദഅ യളഅ. അപ്പോൾ നേരത്തെ പറഞ്ഞതെല്ലാം വജദ യജിദു, വസല യസ്ലു, വസന യസിനു, വഅദ യഇദു. വദഅ വന്നപ്പോൾ വദഅ യളഅു, വഹബ യഹബു, വജബ യജിബു ആണ് നേരത്തെ പറഞ്ഞ കൂട്ടത്തിലുള്ളതാണ്. വഖഫ യഖിഫു. തഅമ്മൽ മിസാൽ സുമ്മ അക്തുബു മുളാരി വൽ അഫ്ആൽ ആതിയ. ഇവിടെ നമ്മൾ ഇതിൻ്റെ അടിസ്ഥാന ഘടന പറയുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അടിസ്ഥാന ഘടനയൊക്കെ നമ്മൾ മാസ്റ്റർ ലെവലിൽ പഠിക്കേണ്ടതാണ്. നമ്മൾ ഡിപ്ലോമ ഇൻ അറബിക് ലാംഗ്വേജാണ് പഠിക്കുന്നതെങ്കിൽ മാസ്റ്റർ ഡിപ്ലോമയിൽ പഠിക്കേണ്ടതാണ് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ്. അറബി പഠിപ്പിക്കുന്നതിൽ ഇപ്പോഴും എന്തുണ്ട്, ചില സംഗതികൾ തിരുത്തപ്പെടേണ്ടതായ സംഭവമുണ്ട്. ഇംഗ്ലീഷിൽ പോലും ഇത്രയും ഗ്രാമർ ചെയ്യുന്നിട്ടില്ല, തുടക്കം പോലെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ വജദ യജിദു അസ്ലുഹു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അസിലേക്ക് പോകുന്നില്ല. നമുക്കിവിടെ ഇതൊക്കെ പറഞ്ഞു. നേരത്തെ വഖഫ പറഞ്ഞു, വസന, വസല, വജബ, വഅദ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. വലജ യലിജു. വലജയുടെ അർത്ഥം മഅനാഹു ദഖല, പ്രവേശിച്ചു എന്നാണ് അർത്ഥം. വലജ യലിജു എവിടെയെങ്കിലും ഖുർആനിൽ വായിച്ചിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? അത് വേറെ, അത് അഞ്ചല ഗ്രൂപ്പായി പോയി. അപ്പോൾ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് അവൻ അറിയുന്നു. റുജു കയറി പോകുന്നതിനെ കുറിച്ച്. അപ്പോൾ യലിജു വലജ പറഞ്ഞു. വലജയാണോ യലിജു ആണോ പറഞ്ഞത്? യലിജു ഫിൽ അർളി. അതേപോലെ ഹത്താ യലിജൽ ജമൽ ഫി സമ്മിൽ ഖിയാത്ത്. അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ഉദാഹരണം പറഞ്ഞ എന്താണ്? ഹത്താ യലിജൽ ജമലു ഫി സമ്മിൽ ഖിയാത്ത്. നൂലിൻ്റെ സൂചിയുടെ കുഴലിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നത് വരെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഉദാഹരണത്തിൻ്റെ മൂർധന്യ ദിശയാണ്, ഭൂമിയുടെ ഉൾപ്രേക്ഷയാണ്. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. മാനാഹു ദഖല പ്രവേശിച്ചു എന്നാണ്. വദഅ വഹബ യഹബു. ഇതിലൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകേണ്ടതില്ല. നമുക്ക് വേണ്ടത് ഇതിൻ്റെ അപൂർണക്രിയയും കൽപ്പനക്രിയയും നമുക്ക് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. തഅമ്മൽ മിസാല സുമ്മ സുഗിൽ അംസാല.
സാഗ യസൂഖു, സാഗ യസൂഖു, രൂപപ്പെട്ടു വന്നു കേട്ടാ. സുമ്മ സുഖ്, രൂപപ്പെടുത്തുക. അൽ അമ്ര, കൽപ്പനക്രിയ ഉണ്ടാക്കണം. മീനൽ അഫ്ആലിൽ ആത്തിയ. ഞാൻ നേരത്തെ പറഞ്ഞു അപൂർണക്രിയയും കൽപ്പനയുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അപൂർണക്രിയ അറിയാമെങ്കിലേ കൽപ്പനക്രിയ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തഖിഫു കൽപ്പന എന്താണ്? വഖഫ കൽപ്പന കിഫ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലാ യഹ്താജു ഇലൽ ഹംസതി ലിഅന്ന അവ്വലഹു മുതഹർരികുൻ. നമ്മളിവിടെ ഹംസത്തുൽ വസ്ൽ ചേർക്കണം എന്ന സംഭവം ഒരു സംഭവമായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഗ്രാമർ പഠിപ്പിക്കുന്നിടത്ത് ഫതഹ യഫ്തഹുവിൻ്റെ കൂടെ പിന്നെ എന്ത് ചേർക്കണം? കൽപ്പനക്രിയ വരുമ്പോൾ യഫ്തഹ്. അപ്പോൾ ഹംസത്തുൽ വസ്ൽ ചേർക്കണം. എന്തുകൊണ്ടാണ് അവിടെ ഹംസത്തുൽ വസ്ൽ ചേർക്കേണ്ടി വന്നത്? യഫ്തഹു എന്ന് പറയുന്ന ഹർഫുൽ മുദാറഅത്തിന് ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂൻ വരുന്നതുകൊണ്ട്, മുദാരിഇന് വേണ്ടി ചേർത്ത അക്ഷരത്തിന് സുക്കൂൻ വരുന്നത് കൊണ്ടാണ് യഫ്തഹു എന്നെടുത്ത് ഈ കൽപ്പനക്രിയക്ക് ഇഫ്തഹ്, നസ്രയ്ക്ക് ഉൻസുർ ഒക്കെ വന്നത്. അപ്പോൾ അവിടെ ഹംസത്തുൽ വസ്ൽ ചേർക്കാനുള്ള സാഹചര്യം വരുന്നത് ശേഷം ഉള്ള അക്ഷരത്തിന് അപൂർണക്രിയയ്ക്ക് വേണ്ടി ചേർത്ത അക്ഷരത്തിന് ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂൻ വരുന്നുണ്ട്. അതേസമയം ദുർബലാക്ഷരം തുടക്കത്തിൽ വരുന്ന ക്രിയകൾക്ക് അപൂർണക്രിയയിൽ വരുമ്പോൾ ആ ദുർബലാക്ഷരം പോകുന്നത് കൊണ്ട് പിന്നീട് അപൂർണക്രിയയ്ക്ക് വേണ്ടി ചേർക്കുന്ന അക്ഷരം മാറ്റിയാൽ എപ്പോഴും അവിടെ ഹർക്കത്തായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും? അവിടെ അടയാളം ശക്കിലുണ്ടാവും. മുത്തഹരിക്കത്ത് എന്നാണ് പറയുന്നത് കേട്ടോ. ഹർക്കത്ത് ഉള്ളതാണ് മുത്തഹരിക്കുൻ, ഹർക്കത്തുള്ളതാണ്. അപ്പോൾ വഖഫ യഖിഫു കൽപ്പന എന്താണ്? കിഫ്. വസന യസിനു ജിൻ. തഈദു വഅദ യഈദു. എന്തുകൊണ്ടാണ് ഇവിടെ തഖിഫു തസിനു തഈദുവിൻ്റെ കൽപ്പനക്രിയ എടുക്കാൻ പറഞ്ഞത്? നമ്മൾ അമ്ര ഹാദിറാണ് പഠിക്കുന്നത്. അമ്ര ഹാദിർ എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന ആളോട് പറയും. അപ്പം തഖിഫു നീ നിൽക്കുന്നു എന്നിടത്തു നിന്നാണ് അമ്ര ഹാദിർ എടുക്കുന്നത്. കിഫ് നീ നിൽക്കൂ. തസിനു നീ തൂക്കുന്നു. ജിൻ നീ തൂക്കൂ. തഈദു നീ വാഗ്ദാനം ചെയ്യുന്നു. ഐദ് നീ വാഗ്ദാനം ചെയ്യൂ. തഹബു അത് നമ്മൾ ഉപയോഗിക്കാറുണ്ടോ ഈ വാക്ക്? ഹബ് ലന നീ എന്ത് ചെയ്യണം? എന്താ പറയുന്നത്? വഹബ യഹബുവിൻ്റെ അർത്ഥം എന്താ? ദാനം ചെയ്തു. ഹബ് ലന നീ ദാനം ചെയ്യണമേ എന്നാണ് പറഞ്ഞത്. ഹബ് ലന മിൻ അസ്വാജിന വദുരിയതിന ഖുറത അയ്ൻ. അറിയാം, നീ നിന്റെ ഔദാര്യമായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? കൺകുളിർമ നൽകണമേ. ഖുറത അയ്ൻ എന്ന് പറഞ്ഞാൽ എന്താ? കൺകുളിർമ. കൺകുളിർമ നൽകണമേ. ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും കൺകുളിർമ നൽകണമേ. അതാണ് റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഉണ്ട്. നിങ്ങൾക്ക് നിന്നുള്ള നല്ല സന്തതി പരമ്പരയെ നീ എനിക്ക് ഗിഫ്റ്റായിട്ട് തരണമേ. അപ്പോൾ തലാഉ കൽപ്പന എന്താണ്? അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പിടിച്ചുകൊണ്ട് പ്രശ്നമില്ല. ഇഖ്റ മായൽ ഇത് ഹർക്ക ഇവിടെ ഷക്കിലുള്ളത് കൊണ്ട് പ്രശ്നമില്ല. മത്താ തസിലു ത്വാഇറത്തു മിൻ ബാരീസ തസിലു ഫി സഅത്തിൽ ഹാദിയത അശറത വന്നിസ്ഫ്. മത്താ തസിലു എന്താ അർത്ഥം? എപ്പോഴെത്തും. അത്താഇറത്തു മിനൽ ബാരീസ ബാരീസിൽ നിന്ന് എപ്പോഴാണ് എത്തുക? തസിലു ഫി സഅത്തിൽ ഹാദിയത അശറ. അൽ ഹാദിയത്ത് അഷറ നമുക്കറിയാം കേട്ടോ. അൽ ഹാദിയത്ത് അഷറ എന്താണ്? മുറക്കബായിട്ടാണ് വരുന്നത്, രണ്ടും കൂടി ചേർന്നിട്ടാണ് വരുന്നത്. 11:30 മണിക്കാണ് അത് എത്തുന്നത്. അസാനി രണ്ടാമത്തെ ഒരാൾ വായിക്ക്. ഈ കരീമി ആണോ കരീം മന്നാണോ കരീം മൂ ആണോ എന്താ വരാത്തത്? അൽ ഖുർആന്റെ വിശേഷണം വരുമ്പോൾ അൽ ഖുർആന അൽ കരീമ.
വനഅമല നഫ്ഹമ വന്നതുകൊണ്ട് നഫ്ഹമ വന്നതുകൊണ്ട് വനഅമല ബിഹി. അപ്പോൾ യജിബ് അലൈന എന്ന പ്രയോഗം കൂടി പഠിക്കേണ്ടതുണ്ട് ഇവിടെ കേട്ടോ. യജിബ് അലൈന എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ അസ് എന്ന അർത്ഥമാണ്. യജിബ് അലൈന നമുക്ക് നിർബന്ധമാകും നിർബന്ധമാക്കി. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതാണ് എന്നർത്ഥം. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം, ബാധ്യത പറയുന്ന സമയത്ത് എന്ത് പറയും? ഈ വാക്കാണ് ഉപയോഗിക്കുന്നത്, യജിബ് അലൈന എന്ന് പറഞ്ഞാൽ ഫർളെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അത് കർമ്മശാസ്ത്രത്തിൽ വരുമ്പോൾ അത് വേറെ നിയമമാണ്. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കും യജിബ് അലൈന എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഡു എന്നർത്ഥം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ അസ് ഓർ വി ഹാവ് ടു ഡു ലൈക്ക് ദാറ്റ്. അങ്ങനെ പറയുമ്പോഴാണ് എന്ത് പറയുന്നത്? യജിബ് അല എന്ന് പറയുന്നത്. അപ്പോൾ നീ അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് പറയും? യജിബു യജിബു അലൈക. അലൈക്ക. അത് ഒരു യാ ഉഖ്തി എന്ത് പറയും? യാ ഫാത്തിമത്ത് ആണെങ്കിൽ എന്ത് പറയണം? യജിബു അലൈക്കി 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 കേട്ടോ. അപ്പോൾ അതേപോലെ അതിനാണ് വാക്ക് പറഞ്ഞിരിക്കുന്നത്. അസാലിസ് ഖാലലിയ തബീബു എന്ത് പറഞ്ഞു? ഹാദൽ ഖുർസ അലൽ ലിസാനി സുമ്മ അബ്ലഗ്തു സുമ്മ ബിലഅഹു. സുമ്മ ബിലഅഹു. സുമ്മ അബ്ലഗ്തു. എന്ത് ചെയ്യാനാ പറഞ്ഞത്? ടാബ്ലറ്റ് വായിലിട്ടിട്ട് വിഴുങ്ങാൻ. വിഴുങ്ങണം. നാക്കിലിട്ട് നാക്കിൽ വെച്ചിട്ട് വിഴുങ്ങുക. വിഴുങ്ങാൻ. ടാബ്ലറ്റ് കഴിക്കണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ടാബ്ലറ്റ് ഇല്ലാത്ത യുഗത്തിലേക്കാണ് പോകുക. അതിൻ്റെ അടുത്ത ജനുവരിയിൽ എൻ്റെ പരീക്ഷയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നിങ്ങൾ ഡോക്ടറെ എന്ന് വിളിക്കേണ്ടി വരും. കാലലിയ തബീബ് ഹാദൽ കുറുസ. കുറുസ എന്ന് പറഞ്ഞാൽ ആ റൗണ്ട് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ കേട്ടോ. ആ കുറുസ് ഈ നമ്മൾ ഗുളിക എന്നൊക്കെ പറയുന്ന പോലെ ചെറിയൊരു സംഭവം, അതിനാണ് കുറുസ്, വട്ടം. ഇതിനെ വായിൽ വെച്ചിട്ട് അപ്പോൾ അല്ലാഹ് എന്ന കൽപ്പനക്രിയ വന്നത് എന്താണ് ഇവിടെ ഉദാഹരണത്തിലൂടെ പഠിക്കുന്നത്. അറാബിയ സതജിദുനി ഫിൽ ബൈത്തി ബഅദ സ്വലാത്തിൽ ഇശാഇ ഇൻഷാ അല്ലാഹ്. സതജിദു. സതജിദു. ഈ സതജിദുനി എന്ന വാക്ക് നിങ്ങൾ ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ? തജിദുനി ഇൻഷാ അല്ലാഹു അസ്സാബിരീൻ. മാഷാ അല്ലാഹ്, ആണുങ്ങളുടെ ശബ്ദമൊക്കെ വരുന്നുണ്ട്. സതജിദുനി ഇൻഷാ അല്ലാഹ് സാഹിലഹു. ഇൻഷാ അല്ലാഹ് നിനക്ക് താങ്കൾക്ക് എന്നെ എന്തായിട്ട് കാണാം? സഹനശീലരിൽ കാണാൻ പറ്റും. ഖിഫ് ഹുനാ യാ സായിഖു അന ഉരീദു അൻ അൻസില. അപ്പം ഖിഫ് നിർത്തൂ. വഖഫ യഖിഫു. ഖിഫ്. ഖിഫ് വായിച്ചിട്ടുണ്ടോ ഖുർആനിൽ? ഖിഫൂഹും. ഖിഫൂഹും. അവിടെ വായോ ഫായോ ഒക്കെ ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് ആ വാക്ക് എന്താണെന്നുള്ളത് തിരിയാത്തത്. നമ്മൾ ആശയം മനസ്സിലാക്കണമെന്ന് വിചാരിച്ച് വായിച്ചാൽ ആ വാക്ക് നമുക്ക് കിട്ടും. വഖിഫൂഹും, അവരെ നിർത്തൂ അവിടെ. ഇന്നഹും മസ്ഊലൂൻ, അവർ ചോദ്യം ചെയ്യപ്പെടേണ്ടവരാണ്. ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയൂ. വായിച്ചു നോക്കണം കേട്ടോ ഖുർആൻ. പിന്നെ യാ സായിഖു. സായിഖാരാണ്? ഡ്രൈവർ. ഡ്രൈവറെ കണ്ടിട്ടുണ്ടോ ഖുർആനിൽ? ഓക്കെ. അന ഉരീദു അൻ അൻസില, എനിക്ക് ഇറങ്ങണം. ഇത് പ്രാദേശികമായി പല പ്രയോഗ ഭാഷാ ശൈലി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അലാ ജമ്പെന്ന് പറയും, സൈഡാക്കാൻ വേണ്ടി വണ്ടി ഒതുക്കണമെങ്കിൽ അലാ ജമ്പെന്ന് പറയും. പിന്നെ എനിക്ക് ഇറങ്ങണം എന്ന് പറയുന്നതിന് നാസിൽ എന്ന് പറഞ്ഞാൽ മതി. അല്ല ഖിഫ് ഹുനാ യാ സായിഖു അന ഉരീദു അൻ അൻസില എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വണ്ടി അങ്ങ് എത്തിക്കഴിയും. അപ്പോൾ എന്ത് ചെയ്യണം? നാസിൽ എന്ന് വിളിച്ചാൽ മതി. ഇറങ്ങണം. നാസിൽ എന്ന് പറഞ്ഞാൽ അന നാസിലിൻ എന്നാണ്, ഞാൻ ഇറങ്ങുന്നവനാണ്. അല ജമ്പെന്ന് പറയും. അല ജമ്പെന്ന് പറഞ്ഞാൽ സൈഡാക്കൂ, ഒതുക്കൂ, ഒന്ന് നിർത്തണേ എന്ന് പറയുന്ന പോലെ. അസാദിസ്. അസാദിസ് വായിക്ക്.
لي قيلوا غراما من سكر يا മന്നല്ല, മൻ സുക്കർ എന്ന് പറഞ്ഞാൽ മിൻ ആരാണ് മിൻ പഞ്ചസാര? മിനസ്തുക്ക من شكر يا بق മിനസുക്കരി യാ ബക്കാലു. من يا الشكر يا بقال بقال. ആ, ബക്കാൽ ആരാണ്? ഗ്രോസർ ഗ്രോസർ, കച്ചവടക്കാർ, പലചരക്ക് കച്ചവടക്കാർ. ജിൻ ലീ എന്ന് പറയാം, ജിൻ നീ എന്ന് പറയാം കേട്ടോ. അതായത് ജിൻ കഴിഞ്ഞിട്ട് ലീ എനിക്ക് എന്ന അർത്ഥത്തിൽ ലാം ഉപയോഗിച്ചിട്ടും പറയാം. അതല്ലാതെ ജിന്നിൻ്റെ കൂടെ യാ ഉൽ മുത്തക്കല്ലിമ് മഫ്ഊലും ബിഹാക്കിയും പറയാം. അങ്ങനെ വരുമ്പോൾ ജിൻ പിന്നെ കഴിഞ്ഞിട്ട് നൂന് വിക്കാത്തി ചേർക്കണം. ജിൻ നീ, അങ്ങനെയാണ് ജിന്നി എന്ന് പറയും. വൈജൂസു ജിന്നി കിലോഗ്രാമൻ, കിലോഗ്രാമൻ മിനസുക്കരി, അങ്ങനെയും പറയാം. യാ സൽമ, സൽമ അടുത്ത് എന്താ പറയേണ്ടത്? ضعي ضعي هذا هذا الكتاب. الكتاب അല്ലല്ലോ. ലഈ ഹാദൽ കിതാബ. എന്താ അർത്ഥം? ലഈ, നീ വെക്കൂ നീ വെക്കൂ സൽമ. ഹാദൽ കിതാബ് അല മക്തബി, എൻ്റെ മേശപ്പുറത്ത് വെക്കൂ. അസാമിൻ ലിമാദ تقف هنا يا أخي. യാ അഖി യാ അഖി ഇജ്ലിസ്. ജിലിസ്. ഇജ്ലിസ്. എന്താ അർത്ഥം? നീ എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നു? നീ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്? ഇരിക്കൂ അവിടെ. ഇരിക്കൂ. അത്താസ്. അപ്പോൾ അവിടെയൊക്കെ ഇരിക്കൂ എന്ന് പറയാൻ കേട്ടോ, സഹോദരനായതുകൊണ്ട്. അല്ലാത്തയിടത്ത് നമ്മൾ ഒരു ഗസ്റ്റിനോട് പറയുമ്പോൾ ഇജ്ലിസ് എന്നല്ല പറയേണ്ടത്. ഇസ്തരെ, ടേക്ക് റെസ്റ്റ്, ഹാവ് എ സിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ. 9 ലാ തഖിഫ് ഫി തരീഖി. അപ്പോൾ കൽപ്പനക്രിയ വന്നപ്പോൾ കൽപ്പനക്രിയയ്ക്ക് ദുർബലാക്ഷം ഇല്ല. വജതേക്ക് തോന്നരുത്, ജിത് വഴത് എഴുത് എഴുത് പിന്നെ എന്നൊക്കെയാണ് വന്നത്. സിൻ എന്നൊക്കെ വന്നു. പിന്നീട് ലാ ചേർന്ന് വരുമ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ നെഹിക്ക് എന്ത് ചെയ്യണം? നെഹി രൂപത്തിന് മുന്നാരിയായ വാക്കാണ് ചേർക്കുന്നത്. അതിൻ്റെ അവസാനം ജസ്മിയത മതി. അപ്പോൾ ലാ തഖിഫ്, ലാ തഖിഫ്, വഖഫ യഖിഫു, തഖിഫു നീ നിൽക്കുന്നു, ലാ തഖിഫ്. എന്താർത്ഥം? നീ നിൽക്കരുത്. നീ നിൽക്കരുത്. ലാ തഖിഫ്, എവിടെ നിൽക്കരുതെന്ന്? വഴിയിൽ നിൽക്കരുത്. അൽ ആഷിർ ഖാല അല്ലാഹു അസ്സ വജൽ ഫീ സൂറത്തി സബഇൻ, സൂറത്ത് സബ. എന്താ പറഞ്ഞു? യഅലമുമായി യലിജു ഫിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്താണ്. അപ്പോൾ യാറുജ അതിൻ്റെ അവസാനം കേട്ടോ. യഅലമുമായി യലിജു ഫിൽ അർളി, ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് അവൻ അറിയുന്നു. വമാ യഖ്റുജു മിൻഹ, ഭൂമിയിൽ നിന്നും പുറത്തേക്ക് വരുന്നതിനെ കുറിച്ചും അറിയുന്നു. വമാ യൻസിലു മിനസ് സമായി, ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നതിനെ കുറിച്ച് അറിയുന്നു. വമാ യഅർജു ഫീഹ, അതിലേക്ക് കയറി പോകുന്നതിനെ കുറിച്ചും അറിയുന്നു. വഹുവ റഹീമുൽ ഗഫൂർ. അതെ, അതേതിലുണ്ട്. അതേതിൽ ഇങ്ങനെയല്ല, അതിൽ വേറെ രീതിയിലാണ്. കുറച്ച് അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം മാ എലിജു, വലജ എലിജുവിൻ്റെ എലിജു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. അൽ ഹാദി അഷർ വഖാല തആല ഫി സൂറത്തി ശൂറ, അശ്ശൂറ അധ്യായത്തിൽ പറഞ്ഞു ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാഉ യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂറ. എന്താർത്ഥം? അവസാനത്തെ യഹബു ലിമൻ യശാഉ ഇനാസൻ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെണ്ണിനെ കൊടുക്കുന്നു എന്നല്ല, പെണ്ണിനെ ദാനമായി കൊടുക്കുന്നു, ഗിഫ്റ്റായി കൊടുക്കുന്നു. വയഹബു ലിമൻ യശാഉ ദുകൂർ, ആണുങ്ങളെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. കാരണം എല്ലാം അള്ളാഹ് നമുക്ക് ഗിഫ്റ്റായിട്ട് തരുന്നതാണ്. നമുക്ക് തരുന്ന ഗിഫ്റ്റിന് വേണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. നമുക്കൊരാളൊരു ഗിഫ്റ്റ് തരുന്നു, ഗിഫ്റ്റ് തരുമ്പോൾ അയാൾ റെസ്പെക്റ്റബിൾ പേഴ്സണാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ സന്തോഷത്തോടുകൂടി വാങ്ങി വയ്ക്കും, അല്ലേ? അപ്പം അതാണ് യഹബു ലിമൻ യശാഉ ഇനാസൻ.
അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് പെണ്ണുങ്ങളെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. വയഹബലി മയ്യഷ ദുക്കൂർ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺകുട്ടികളെ ഗിഫ്റ്റായി കൊടുക്കുന്നു. തഅമ്മൽ അംസിലത്തിൽ ആത്തിയ ലിസ്മിൽ മുസഗ്ഗർ, അൽ മുസഗ്ഗർ സഗീർ ആക്കപ്പെട്ടത് കേട്ടോ, അൽ മുസഗ്ഗർ സഗീർ ആക്കപ്പെട്ടത്. അപ്പൊ ഉലൈദ് വലതിന് എന്താക്കി? ഉലൈദ്. ഇപ്പം വലതും സഗീറും, ഉലൈദ് എന്ന് പറയും വലതും സഗീർ. ജുബൈർ എന്ന് പറഞ്ഞപ്പോൾ എന്തായി? ജബലുൻ സഗീർ, ജബലുൻ സഗീർ. അപ്പൊ മലയാളത്തിൽ പറഞ്ഞാൽ ചെറിയ പർവ്വതം. ചെറുകുന്നം, അല്ലെങ്കിൽ ചെറുകുന്ന്. നുഹൈർ നെഹറുൻ സഗീറുൻ, ആ ചെറുപുഴ. കുലൈബാണെങ്കിലോ കൽബ്, കുഞ്ഞുപട്ടി പട്ടിക്കുട്ടി. അല്ലെങ്കിൽ പട്ടിക്കുഞ്ഞ്. സഗീറുൽ അസ്മാ അല്ലാത്തിയ റജുലുൻ. റുജൈല്. അപ്പൊ ഇതെല്ലാം റുജൈലുൻ. എന്താണ്? ഇങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യാം നമുക്ക്? ചെറുതാക്കാൻ. ഇങ്ങനെ ചെറിയ വാക്ക് ഉണ്ടാക്കാം. വലത് നുഹൈർ, ഉലൈദ്, ജുബൈൽ പോലെ നമുക്ക് ഉണ്ടാക്കാം. ഉബൈദും ജുബൈലും ഒക്കെ നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ എളുപ്പമാണ്. അപ്പം അതേപോലെ ഉണ്ടാക്കാം. അപ്പോൾ സഖീർ അസ്മാ റജുലുൻ റുജൈലും. റുജൈല്. അപ്പോൾ കുഞ്ഞു പുരുഷൻ. കലമുൻ സുലൈമാൻ. ഉലൈമുൻ, ആ ചെറുവേന. ടിഫിലിൻ, തുഫൈലും. തുഫയിലൊക്കെ പേരുണ്ട്. വടക്കേന്ത്യയിലേക്ക് തുഫയിൽ എന്ന പേരുണ്ട്. നജിമുൻ, നുജൈമൻ. നുജൈമിൻ ചെറുതാരൻ. തഅമ്മൽ അംസിലത്തിലാത്തിയ ലിസ്മി തഫ്ദീൽ. അപ്പോൾ സഗീർ ഉണ്ടാക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം? അതിൻ്റെ സൂപ്പർലേറ്റീവ് ഉണ്ടാക്കാം. അപ്പോൾ അതാണ് ഇസ്മു തഫ്ദീൽ എന്ന് പറയുന്നത്, ശ്രേഷ്ഠത കുറിക്കുന്ന പദം. തഫ്ദീൽ ശ്രേഷ്ഠനാക്കുന്ന പദം. നമ്മൾ സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത് അവിടെ ആ ഇംഗ്ലീഷിൽ ആ രീതിയിൽ വരുന്നു എന്നതുകൊണ്ടാണ്. ഇവിടെ ഇസ്മു തഫ്ദീൽ എന്നാണ് അതിൻ്റെ പേര്. ഇസ്മു തസ്ഗീർ എന്ന് പറയുന്ന പോലെ തന്നെ തഫ്ദീലും ഉണ്ട്. അപ്പോൾ കലീലിന് എന്ത് ചെയ്യാം? അക്കല്ല്, കലീൽ കുറച്ച്, അക്കല്ല് ഏറ്റവും കുറച്ച്. അപ്പോൾ മിൻ വന്നാലാണ് കമ്പാരിസൺ വരുന്നത്. മിൻ ഇല്ലെങ്കിൽ സൂപ്പർലേറ്റീവാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഏറ്റവും വലിയവനാണ്. മിൻ ഉണ്ടെങ്കിലേ താരതമ്യം വരുന്നുള്ളൂ. ലസീദുൻ, അലദ്. അപ്പം എന്ന് പറഞ്ഞാൽ ലസീദ് എന്ന് പറഞ്ഞാൽ രുചികരം. അലദ് ഏറ്റവും രുചികരമായ. ഷദീദ് അഷദ്, ഹബീബ് അഹബ്. ഇതെല്ലാം അഖല്ലും അഷദ്ദും അഹബും ഖുർആനിലുണ്ട്. അലദ് ഉണ്ടോന്ന് അറിയില്ല. ഇഖ്റമായില് എവിടെയാണ് അലദ്? എവിടെയാണ്? അത് വേറെയാണ്, അത് വേറെ. തർക്കത്തിൽ ടേസ്റ്റ് ഉള്ളവനല്ല അത്. അത് കടുത്തവനെന്നുള്ളത് അലദ്ദാണ്. ദാല്, കടുത്ത ദാലാണത്. ഇത് ദാലാണ്, നേർത്ത ദാലാണ്. അത് തർക്കത്തിൽ കാഠിന്യമുള്ളവനാണ് അലദ്. ഇത് അലദ്, ലദീദിൻ്റെതാണ്. ഇക്രമായലി ബക്കിയ അഖല്ലു മിൻ സഅ. എന്താ അർത്ഥം? കമ്പാരിസനായി. ലെസ് ദാൻ ആൻ അവർ എന്നാണ്. ലെസ് ദാൻ ആൻ അവർ, 1 മണിക്കൂർ താഴെയേ ശേഷിക്കുന്നുള്ളൂ. ബക്കിയ അഖല്ലു മിൻ സഅ. അപ്പോൾ അഖല്ലു മിൻ അത് ഉപയോഗിക്കാൻ നമുക്ക് എളുപ്പമാണ്. അതിനേക്കാൾ കുറച്ചേ ഉള്ളൂ എന്ന് ഉപയോഗിക്കാനുള്ള പ്രയോഗം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അൽ ബുർത്തുഖാലു ലദീദുൻ വത്തുഫാഹു അലദ്ദു മിൻഹു. അബി ഹബീബുൻ ഇലയ്യ വ ഉമ്മി അഹബ്ബു ഇലയ്യ മിൻഹു.
അപ്പോൾ ഇവിടെ എല്ലാം ഇതുണ്ട്. അലസ് മിൻഹു കമ്പാരിസനായി. അഹബ്ബു ഇലയ്യ മിൻഹു അവിടെയും കമ്പാരിസനായി. അൽ ബർദുൽ യൗമ അഷദ്ദു. അൽ ബർദുൽ യൗമ അഷദ്ദു എന്താർത്ഥം? ഇന്നത്തെ തണുപ്പ് തണുപ്പ് അതികഠിനമാണ്. അതികഠിനമാണ്. അതിശക്തമാണ്. അവിടെ കമ്പാരിസൺ ഇല്ല. മാ അഹബ്ബു ദുറൂസ് ഇലൈക്. അഹബ്ബു ദുറൂസ് ഇലയ്യ അൽ ഖുർആൻ അൽ കരീം ആണോ? അതെ. അല്ല കെമിസ്ട്രിയോ ബയോളജിയാണോ? ഖുർആനിൽ കരീം. كان الطلاب قليلا أمس واليوم هم أقل. കഴിഞ്ഞ പ്രാവശ്യം തുല്ലാബ് ബോയ്സ് കുറവായിരുന്നു. ഇന്നലെ വല്യോമ ഹോം അക്കല്ലു ഇന്ന് അവർ വളരെ കുറവാണ്. മൻ അഹബ്ബു നാസി ഇലൈക അഹബ്ബു നാസി ഇലയ്യ മൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുള്ള കിതാബ് ഹാ ഹുവ ദാ. അപ്പോൾ ഹുവ ഹാദ എന്ന് പറഞ്ഞെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് അതിവിടെ അതിതാ എന്നാണ്. ഹുവ ഹാദ. ഹാദ എന്ന് പറയുന്നതിന് ഹാ എന്ത് ചെയ്തു? ഹാദായുടെ ഇടയിൽ ഹുവ ചേർത്താണ് ഹാ ഹുവ ദാ. അതിന് സാഅത്തു. അപ്പോൾ സാഅത്ത് വരുമ്പോൾ എന്ത് വേണം? ഹിയ ചേർക്കണം. ഹിയദി. ഹിയദി. അപ്പോൾ ഹാദിഹി എന്ന് പറയുന്നതിന് തുല്യമാണ്. അതിന് ഇബ്രാഹിമു. അപ്പോൾ ഇബ്രാഹിം എഴുന്നേറ്റ് പറയണം ഹാനദ. ഹാനദ. അപ്പോൾ ഹാനദ എന്ന് പറയുന്നിടത്ത് അന സെപ്പറേറ്റ് എഴുതുന്നില്ല. മറ്റിടത്തൊക്കെ സെപ്പറേറ്റാണ് എഴുതുന്നത്. ഇവിടെ അന സെപ്പറേറ്റ് എഴുതാത്ത എന്താണെന്ന് വെച്ചാൽ ചേർത്തങ്ങ് പറയുകയാണ്. ഹാനദ. ഞാൻ ഇവിടെ ഉണ്ടേ. يتظاهر المدرس بالبحث عن شيء اسمه مذكر فيقول أحد الطلاب. അപ്പോൾ ഇവിടെ അധ്യാപകൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണമെന്നാണ് പറയുന്നത്. സ്ത്രീലിംഗം പുല്ലിംഗം പദങ്ങളെക്കുറിച്ച്. തഅമ്മൽ മിസാല ثم كون جملا مثله مستعملا فيها يجب علي. യജിബു അലയ്യ ഉപയോഗിച്ച് ശീലിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അൽ വാരിദത്തെ ബൈന ഖൗസൈൻ. ഉദാഹരണം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? തക്തുബുൽ വാജിബാത്തി ബിൻതിളാമിൻ. ഉദാഹരണം എന്താ കൊടുത്തിരിക്കുന്നത്? യജിബു അലൈന അൻ നഫ്ഹമൽ ഖുർആന. അപ്പോൾ ഇവിടെ തക്തുബു എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വേണം? എന്ത് അവിടെ യജിബുവിന്റെ കൂടെ എന്ത് ചേർക്കണം? എന്താണ് ഇന്തിളാം? റെഗുലറായിട്ട് കേട്ടാ, ക്രമപ്രകാരം എന്നൊക്കെ ഉള്ള അർത്ഥം. അടുത്തത് തഹ്ഫളീന. അപ്പൊ നൂന് പോണം. തഹ്ഫളി സൂറ ഈ ആഴ്ച നിനക്ക് ഈ ആഴ്ച നീ 2 സൂറത്ത് കാണാൻ പഠിക്കണം എന്ന് മാത്രമേ എൻ്റെ അർത്ഥമുള്ളൂ. നിനക്കത് നിർബന്ധമാണ്, ഫർദാണെന്നല്ല പറഞ്ഞില്ല. അതേപോലെ അത് എന്താണ്? ഇമ്പോർട്ടൻസ് ആണ് അവിടെ സൂചിപ്പിക്കേണ്ടത്. അവിടെ ഫർദാക്കപ്പെടുന്നില്ല. നീ എഴുതണം. യജിബ് അലൈക്കാൻ തക്തുബ അൽ വാജിബാത്ത്. നീ റെഗുലറായിട്ട് ഹോംവർക്ക് ചെയ്യണം. അതേപോലെ നീ 2 സൂറത്ത് കാണാൻ പഠിക്കണം. അതേപോലെ അവസാനത്തെ എന്താണ്? മൂന്നാമത്തെ യജിബു അൻ തഖ്റുജു ബിഹുദൂഇൻ. കാമായിട്ട് പോകണം. കാമാൻ കുവൈറ്റായിട്ട് പോകണം. ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകുമ്പോഴേ, ക്ലാസ് വിട്ടൊക്കെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? കാമാൻ കുവൈറ്റായിട്ടാണ് പോകേണ്ടത്. അതേപോലെ തദ്ഖുലൂനൽ ഫസ്ല ഖബ്ല ദുഖൂലിൽ മുദർരിസി. അടുത്ത അൽ ഖാമിസ് യജിബു
يجب عليك أن تدرس تدرس اللغة العربية لأنها لغة لغة القرآن. القرآن. لأنها لغة القرآن. قرآن. 11 الذهاب മസ്ദർ ذهب ذهب يذهب. അപ്പോൾ ذهب يذهبുവിൻ്റെ ക്രിയാധാതു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ذهاب. 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 الذهاب മസ്ദർ ذهب يذهب. ذهب يذهبുവിൻ്റെ മസ്ദർ ആണ് ذهاب എന്നത്. നഖൂൽ ഉരീദു എന്താ പറയും? ذهاب. ഉരീദു ذهاب ഇലൽ إلى ബൈത്ത്. البيت. ഉരീദു ذهاب ഇലൽ ബൈത്ത്. വീട്ടിൽ പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യാ ഉസ്താദ് അർജു അൻ തസ്മഹലി بالذهاب الذهاب ഇലൽ മുസ്തശ്ഫ. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കണമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു. അസാലിസ് ഖറജത്തു മിനൽ ഫസ്ലി بالذهاب إلى المدير. الذهاب ഇലൽ മുദീരി. മുദീറിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് വേണ്ടി. അറാബി ഹാദിഹി തസ്കിറത്തു ത്വായിറത്തിൻ. തസ്കിറത്ത് എന്താ? ടിക്കറ്റ്. ടിക്കറ്റ്. നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അണ്ടർസ്റ്റാൻഡ് പറയാൻ പഠിക്കുമ്പോഴത്തേക്ക്. തസ്കിറത്ത് ഉത്ബോധനം. ഉത്ബോധനമാണ്. അപ്പോൾ ടിക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ ടിക്കറ്റിന് പൈസ അടച്ചിരിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഞാൻ യാത്രാക്കൂലി അടച്ചിരിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ കഷണം. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പീസെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. هذه تذكرة طائرة إلى دمشق ذهابا وإيابا. ذهابا وإيابا. ذهابا وإيابا. എന്താ ذهابും ഇയ്യാബും? ഡമസ്കിലേക്ക് പോകലും വരവും. പോകാനും വരാനും. അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദഹാബു വ ഔദത്തുൻ എന്നും പറയും. ദഹാബു വ ഔദ എന്നാണ് ഞാൻ അവിടെ പ്രയോഗിച്ച് കേട്ടിട്ടുള്ളത്. ഇയ്യാബെന്നും പറയാം. സുമ്മ ഇന്ന അലൈന ഇയ്യാബഹും. ഇയ്യാബ് എന്താ? ഇന്ന അലൈന അല്ല, എന്താ പറഞ്ഞത്? ഇന്ന ഇലൈന ഇയ്യാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും. എവിടെ സൂറത്തിലാണ് പഠിച്ചത് നമ്മൾ? സൂറത്തുൽ ഗാഷിയ. അപ്പോൾ എന്താണ്? ഇയ്യാബ് മടക്കം, ദഹാബ് പോകൽ, ഇയ്യാബ് മടക്കം. പോകലും മടങ്ങുന്നതും കൂടെ. ദമഷ്ക് എന്താണ്? ഡമാസ്കസ്. ഡമാസ്കസ് ആണ്. അൽ കലിമാത്തുൽ ജദീദ. അജ്നബിയ്യൻ. അജ്നബി എന്താണ്? വിദേശി. വിദേശി. അതേപോലെ അജ്നബി എന്ന് പറയുമ്പോൾ മഹറം അല്ലാത്ത ആളിനും അജ്നബി എന്ന് പറയും കേട്ടോ. മഹ്ഫളത്തുൻ. മഹ്ഫളത്തുൻ വാലറ്റ്. നഖദുൻ ജംഅ നുഖൂദുൻ. നഖദുൻ ജംഅഹു നുഖൂദുൻ. കറൻസി. അല്ല, കറൻസി. ഖതഉൻ തെറ്റ്. ഖതഉൻ തെറ്റ്. നഖദുൻ നഖൂദുൻ. ക്യാഷ് എന്നാണ് ഇവിടെ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. ക്യാഷ്. അതായത് നമ്മളിപ്പം പൈസ അടയ്ക്കുമ്പോൾ ക്യാഷായിട്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നഖദൻ എന്നെഴുതും. അപ്പോൾ അധിക പേരും ചെക്കായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ചെക്ക് എഴുതിയിട്ട് ചെക്കിൻ്റെ നമ്പർ എഴുതും. അപ്പോൾ ക്യാഷ് റെസിപ്റ്റിൽ എന്ത് ചെയ്യും? ബിഷെക് റക്കം എന്നെഴുതും. ചെക്ക് നമ്പർ. അത് ഇത് അഖ്താഉൻ. ഖതഉൻ അഖ്താഉൻ അല്ല, ഗൈറു മുൻസരിഫല്ല. ഇതിൽ അവസാനിക്കുന്നുള്ളൂ അല്ലേ? ഓക്കെ. ഇയ്യാബ് നേരത്തെ പറഞ്ഞു. സഹാബും പറഞ്ഞു. ഖുറുസുൻ അഖ്റാസുൻ പറഞ്ഞു.
ഓക്കെ. തദ്കിറത്തിൻ പറഞ്ഞു. തദ്കിറത്തിൻ തദാക്കിറു. തദാക്കിറു ആണ് അതിൻ്റെ ബഹുജനം. അത് ഗൈറു മുൻസരിഫാണ്. കിലോഗ്രാം എന്താ പറഞ്ഞത്? നേരത്തെ പറയാൻ പറ്റുമോ കിലോ എനിക്ക്? കിലോഗ്രാം. കിലോഗ്രാം തന്നെ. ആ. ഉൻസ എന്താണ് ഉൻസ? ഫീമെയിൽ. 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 അതിൻ്റെ ബഹുജനമാണ് ഇനാസ്. ജക്കറിൻ്റെ ബഹുജനമാണ് ജുക്കൂർ. ജക്കറുൻ മെയിൽ, ജുക്കൂർ ഫീമെയിൽ. അല്ല, സോറി, ജക്കറിൻ്റെ ബഹുജനമാണ് ജുക്കൂർ. ജക്കറുൻ ജുക്കൂർ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ജക്കറിൻ്റെ ഓപ്പോസിറ്റ് ഉൻസ. ഖുറാകുമ്പോൾ ഇനാസ്. ജുക്കൂറൻ വ ഇനാസൻ എന്ന് വേറെയും വന്നിട്ടുണ്ട് ഖുറാനിൽ. വജബ് യജിബ് വുജൂബൻ. വജബ് യജീബിൻ്റെ ക്രിയാതാത് വുജൂബാണ്. പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ? അറജ യറുജു ഉറൂജ്. അറജ യറുജു ഉറൂജ്. അറജ എന്താണ്? കയറി. യറുജ് കയറുന്നു. ഉറൂജ് കയറൽ. മേറാജ് കയറിപ്പോയാൽ. ആകാശാരോഹണത്തിന് എന്താ പറയുന്നത്? മെഹറാജ്. ആ, അത് ഇതിൽ നിന്ന് വന്നതാണ്. ബലി യബിലഉ. എന്ത് ചെയ്തു? വിഴുങ്ങി. ബൽഉൻ വിഴുങ്ങൽ. ബല യബിലഉ പറയാം. അതേപോലെ ബലി യബിലഉ എന്നും പറയാം. ബല യബിലഉ എന്നും പറയാം. ബലി യബിലഉ എന്നും പറയാം. ബലിയ യബിലഉ ബൽഅൻ, ബല യബിലഉ കദാലിക സഹീഹുൻ, അങ്ങനെയും പറയാം. ഓക്കെ. പാഠം 26 കഴിഞ്ഞ് 27. അപ്പോൾ അതിൽ 26ാമത്തെ പാഠത്തിൽ മിസാലാണ് പറഞ്ഞത്. അഥവാ ദുർബലാക്ഷരങ്ങൾ തുടക്കത്തിൽ വന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ഇവിടെ 27ാമത്തെ പാഠം കംപ്ലീറ്റ് നിങ്ങളുടെ വായനയ്ക്ക് വിടുകയാണ് ഞാൻ. കാരണം എന്താ? ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഖാല യഖൂലു സാറ യസൂറു ബാഅ യബീഉ സാറ യസീറു നാമ യനാമു ഖാഫ യഖാഫു ഒക്കെയാണ് ഇതിലുള്ളത്. ആ, പിന്നെ ഇതിൽ പ്രത്യേകിച്ചുള്ളത് സ്ത്രീലിംഗ ബഹുവചനം കൂടിയുണ്ട്. വഖുൽന. ഖുൽന വന്നിട്ടുണ്ടല്ലോ ഖുർആനിൽ. ഖുൽന. قلنا لهم قردة خاسئين. എങ്ങനെ എങ്ങനെ എങ്ങനെ? قلنا لهم قردة خاسئين. ഞാൻ പറഞ്ഞത് ഖുൽന ആണ്. ഖുൽന അല്ല. ഖുൽന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു. ഖുൽന. നീ പറയൂ. ഖുൽന. അതും قلنا اهبطوا منها. അതും അല്ല, അവിടെയും ഖുൽന എന്നാണ്. അവിടെയും ഖുൽന എന്നാണ്. ഖുൽന യഹ്ബിത്തുവിൻ്റെ ഹംസത്തിൽ വസ്ൽ വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഹാഇന് സുക്കൂൻ ആയതുകൊണ്ടാണ് ഖുൽന യഹ്ബിത്തു എന്ന് ദീർഘം കളഞ്ഞു പറയുന്നത്. ഖാല പറഞ്ഞു. ഖുൽ നീ പറയൂ. ഖുൽന നിങ്ങൾ പറയൂ. പെണ്ണുങ്ങളെ നിങ്ങൾ പറയൂ. ഓക്കെ. നിങ്ങൾ മാന്യമായ വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തില്ലേ? പെണ്ണുങ്ങളോട് പറഞ്ഞില്ലേ? ഖുൽന അല്ലേ വന്നിരിക്കുന്നത് അവിടെ? പെണ്ണുങ്ങളിതൊന്നും വായിച്ചു നോക്കുന്നില്ലേ? فقلنا حاشا لله. فقلنا حاشا. ഖുൽന. യെസ്, അവിടെ ഖുൽന വേറെയാണ്, ഈ ഖുൽന വേറെയാണ്.
ഇവിടെ കുലിന് ഹാഷലില്ല. ആ അവിടെ കുൽന എന്താ? അത് സ്ത്രീലിംഗ. കുലിനാവൻ. കുൽന കുലിന. എന്ന് പറഞ്ഞാൽ ആ പെണ്ണുങ്ങൾ പറഞ്ഞു എന്നാണ്. ഞാൻ പറഞ്ഞ ആയത്ത് വഖുൽന ഖൗലൻ മഅറൂഫ സൂറത്തുൽ അഹ്സാബിൽ. അവിടെ യാ നിസാ നബിയ്യി ومن يقنط منكن لله ورسوله وتعمل صالحا نؤتها أجرها مرتين وأعتدنا لها رزقا كريما. يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا. എന്താ അർത്ഥം? മാന്യമായ നല്ല നിങ്ങൾ മാന്യമായ വാക്ക് പറയുക എന്നാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞത് കൊൽന ഹാഷലില്ലാഹി എന്ന് പറഞ്ഞാൽ ആ പെണ്ണുങ്ങൾ പറഞ്ഞു ഹാഷലില്ലാഹി. ഹാഷലില്ലാഹി മഹാദ ബഷറൻ. അള്ളാഹുവിന് സ്തുതി, ഇത് എന്തല്ല, ഇതൊരു മനുഷ്യനല്ല, ഇതൊരു മലക്കാണ്. ഓക്കെ. هذه أمثلة للفعل المعتل العيني. قال يقول മുഅത്തല്ലുൽ ഐനാണ്. ഐന് ദുർബലാക്ഷം, മധ്യ ദുർബലാക്ഷം എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇത്. وقال يقول كان يكون زار يزور قام يقوم ذاق يذوق طاف يطوف صام يصوم. ذاق يذوقിൻ്റെ അർത്ഥം എന്താണ്? രുചിക്കുക. രുചിക്കുക. താഫ യത്തൂഫ് താഫ യതു. സാമ യസൂമു ദാറ യദൂറു എന്താർത്ഥം? ചുറ്റി. ദാറ യദൂറു ചുറ്റി. അതിനാണ് ദാറ് വന്നത്, വീട് വന്നത്. വീടെന്ന് പറഞ്ഞാൽ എപ്പോഴും ചുറ്റിപ്പറ്റി നിൽക്കുന്ന സ്ഥലം. താപയത്തൂബു ബാലയബൂലു. ബാലയബൂലു എന്താണ്? മുള്ളി. മൂത്രമൊഴിച്ചു. ആ യജീഉ പഠിച്ചിട്ടുണ്ട്. ബാ യബീഉ. ജായുടെ യജീഉ നമ്മൾ പഠിച്ചില്ല എന്നല്ലേ? ജാഉ ജിഅത ജിഅതും ജിഅതു ജിഅന ഹിയ ജാഅത്ത് മാത്രമേ പഠിച്ചുള്ളൂ. അപ്പം യജീഉ യജീഉന തജീഉ തജീഉന അജീഉ നജീഉ ഉണ്ട് കേട്ടോ. ആ അത് ഖുർആനിലില്ലാത്തതുകൊണ്ടാണ് നമ്മളത് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ബാ യബീഉ വിറ്റു. സാറ യസീറു എന്താണ്? സഞ്ചരിച്ചു. 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 ഫലമ്മ ഖദാ മൂസൽ അജ്ല വസാറ ബി അഹ്ലിഹി. തൻ്റെ കുടുംബത്തെയും കൊണ്ട് സഞ്ചരിച്ചപ്പോൾ അഫലം യസീറു ഫിൽ അർളി, അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? സഞ്ചരിച്ചിട്ടില്ലേ? ആഷ യഈഷു. അതിൽ നിന്ന് സാറേ സീറുവിൻ്റെ കൽപ്പനയും വന്നിട്ടുണ്ട് ഖുർആനിൽ. സീറു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കൂ. ആഷ യഈഷു എന്താ അർത്ഥം? ജീവിച്ചു. ജീവിച്ചു. കാല യക്കീലു അളന്നു കൊടുത്തു. അളന്നു. ഇതാ കാലൂഹും അവസനൂഹും. നാം ഉറങ്ങി. ഖാഫ യഖാഫു പഠിച്ചു. കാത യക്കാതു, കാത യക്കാതും പഠിച്ചു. നമ്മളെ കാത യക്കീതും പഠിച്ചു. കാത യക്കാതുവിൻ്റെ അർത്ഥം എന്താണ്? ആകാനെടുത്തു. യക്കാദുൽ ബർഖ് യഖ്തഫ ബിസാറഹും കാദു യക്കൂനൂന അലൈഹി ലിബദ. തക്കാദ് തമയ്യസ് മിനൽ ഗൈദ്. സാല യസാലു. സാല എന്താണ്? നീങ്ങി. സാല യസാലു നീങ്ങി. പിന്നെ ഇതിൻ്റെ ടേബിളൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാനത് കംപ്ലീറ്റ് വായിച്ചു പോകാൻ പറയുന്നത്.
زرنا الدرس، زرنا الدرس الجديدة، زرنا المدرسة، زرنا المدرس الجديدة البارحة. എന്താ അർത്ഥം? ലാസ്റ്റ് വീക്കില് ഞാന് പുതിയ മുദരിസിനെ ടീച്ചറിനെ സന്ദർശിച്ചു. ബാരിഹത്ത് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വീക്കാണോ? അല്ലേ? ലാസ്റ്റ് വീക്ക് അല്ലേ? ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ്. അദ്ദുഖ്തി ഹാദ തആമ യാ ഉഖ്തി, എന്താ അർത്ഥം? ഈ ഭക്ഷണം ടേസ്റ്റ് നോക്കൂ. ടേസ്റ്റ് ചെയ്ത് നോക്കൂ എന്നാണോ? സഹോദരി ചെയ്യൂ സഹോദരി. നോക്കിയോ എന്നാണ്. സഹോദരി. നോക്കിയോ. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ കംപ്ലീറ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഇത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ച സ്റ്റൈലിലേക്ക് പോവുക. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന തഅമ്മൽ മായലി തഖൂലു എന്നുള്ളത് ഇങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാന രൂപമൊന്നും നിങ്ങൾ നോക്കണ്ട. ലായൽത്തക്കി സാക്കിനാനി അതൊക്കെ വന്നുകൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ സംഭവത്തിലേക്ക് നമ്മൾ പോകേണ്ടില്ല. സുർനി ഗദൻ യാ മഹ്മൂദ്, എന്താ അർത്ഥം? അല്ലയോ മഹമ്മൂദ്, ഞാൻ നാളെ നിന്നെ സന്ദർശിക്കും. ഞാൻ നാളെ നിന്നെ സന്ദർശിക്കുമെന്നാണ് പറഞ്ഞത്. സുർനി ഗദൻ. സുർനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുർനി നീ എന്നെ സന്ദർശിക്കൂ. എന്നെ സന്ദർശിക്കൂ. വിസിറ്റ് മീ ടുമോറോ മഹമ്മൂദ്. ഓക്കെ. പിന്നെയുള്ളത് ലാ വരുന്നിടത്ത് നമ്മൾ എന്താണെന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ട്. അദ്ഖലൻ നാഹിയത്ത് അലൽ അഫ്അൽ ലാത്തിയ. തസൂറുവിൻ്റെ കൂടെ ലാ എന്നാൽ എന്തായി? ലാ തസുർ. അത് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ലാ തത്തുഫ്, ലാ തബുൽ. ലാ തബുൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതെ. ലാ തഖുൽ ഹാക്കദ. പിന്നെ നമ്മൾ പഠിച്ചതാണ് ഹുവ ഖാല ഹിയ ഖാലത്ത്, ആമിനത്തു ബഅത്ത്, അന്നിസാഉ ബിഅന. ആ ഒരു സംഭവം മാത്രമേ നമ്മൾ ഇവിടെയുള്ളൂ. അത് ഞാനിപ്പോൾ അതിലേക്ക് എന്തായാലും പോകുന്നില്ല, എൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നതുകൊണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. ആ സ്ത്രീലിംഗ ബഹുവചനം മാത്രമേ നമുക്കിവിടെ, അല്ലെങ്കിൽ ഏകവചനം ഉണ്ടാവും. അന്തി തബീഈന, അവിടെ പ്രശ്നം വരുന്നില്ല ഏകവചനത്തിൽ. ബഹുവചനം വരുന്നിടത്താണ് പ്രശ്നം വരുന്നത്. കാരണം ബഹുവചനം വരുന്നിടത്ത് എന്താണ്? തഫ്തഹിന എന്നാണ് വരിക. ഹുന്ന തഫ്തഹിന, ഹുന്ന യഫ്തഹിന. അപ്പോൾ നൂനൻ നിസ്വത്തിൻ്റെ മുമ്പ് എന്താണ്? സുക്കൂനുള്ള അക്ഷരമാണ്. അങ്ങനെ വരുമ്പോൾ സുക്കൂനുള്ള അക്ഷരം പോകും, ഒരക്ഷരം പോകും, ദുർബലാക്ഷരം പോകും. അപ്പോൾ പാഠം 27 കഴിഞ്ഞു കേട്ടോ. 27 ഇനി ഒന്നും ബാക്കിയില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഇടുക. പരീക്ഷ പറയാം, ഇത് തീരട്ടെ. നമുക്ക് എത്ര പാഠമുണ്ട് ഇനി? 4, 31. അപ്പോൾ ഇനി 1 മാസമുണ്ട് പരീക്ഷയ്ക്ക്. 1 മാസം തരാം. ഇത് 1-2 ആഴ്ച കൊണ്ട് നമുക്ക് തീർക്കാവുന്നേ ഉള്ളൂ ഈ സംഭവം. ഇതിങ്ങനെ കംപ്ലീറ്റ് വായിക്കണം നിർബന്ധമില്ല. ഇനി ദുർബലാക്ഷരം അവസാനം വരുന്ന ഹദാ യഹ്ദി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. സല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇലൽ ലിഖാ ബിഇദ്നില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.